Hi students. So today we will discuss different school of Indian philosophy. Indian philosophy നമുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർത്തഡോക്സ്, ആസ്തിക ഓർ ഹെറ്ററഡോക്സ്. ദാറ്റ് ഈസ് നാസ്തിക. ആസ്തിക് ആൻഡ് നാസ്തിക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേദിക് പീരീഡിനെ കുറിച്ചാണ് പറഞ്ഞത്. വേദങ്ങളെക്കുറിച്ച് ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയാണ്. സോ നമ്മൾ മെയിനായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ആസ്തിക് ആൻഡ് നാസ്തിക്. ആസ്തിക് ഈസ് ആൾസോ കോൾഡ് ഓർത്തഡോക്സ് ആൻഡ് നാസ്തിക് ഈസ് ഓൾസോ കോൾഡ് ഹെറ്ററഡോക്സ്. ഓർത്തഡോക്സ് ഫാമിലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാസ്ഥിക ചിന്ത അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു ഫിലോസഫിയാണ് ഓർത്തഡോക്സ്. അങ്ങനെ അതിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സ്കൂൾസ് വരുന്നുണ്ട്. ഓർത്തഡോക്സ് സ്കൂൾ, ദർ ആർ 6 ഓർത്തഡോക്സ് സ്കൂൾ. മെയിനായിട്ട് 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് സ്കൂൾ. ഫസ്റ്റ് വൺ ന്യായ. ദ സ്കൂൾ ഓഫ് ലോജിക്, school of logic, started by Akshapada Gautama in the Nyaya Sutra in BC 2nd century. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് ന്യായ, സ്കൂൾ ഓഫ് ലോജിക്. യുക്തിവാദം എന്നൊക്കെ കേട്ടിട്ടില്ലേ, യുക്തി. അപ്പോൾ സ്കൂൾ ഓഫ് ലോജിക്കാണ് ഈ പറയുന്ന ന്യായ എന്ന് പറയുന്നത്. ദിസ് വാസ് സ്റ്റാർട്ടഡ് ബൈ അക്ഷപാദ ഗൗതമ. ദാറ്റ് ഈസ് ഗൗതമ മുനിയാണ് ഈ പറയുന്ന ഈ ന്യായ സ്കൂള് സ്റ്റാർട്ട് ചെയ്തത്. സോ ന്യായസൂത്രം അല്ലെങ്കിൽ തർക്കശാസ്ത്രം, അദ്ദേഹത്തിൻ്റെ ബുക്സ്, ഓതറാണ് ഈ പറയുന്ന തർക്കശാസ്ത്രം അല്ലെങ്കിൽ എന്താ പറയുക യുക്തി വാദം, ഇതൊക്കെ കണ്ടുപിടിച്ച ആളാണ് ഈ പറയുന്ന നമ്മുടെ ഗൗതമ മഹർഷി. ഗൗതമ മഹർഷിയാണ് ഈ പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഓതർ എന്ന് പറയുന്നത്. ഓക്കെ, ന്യായസൂത്രം എഴുതിയത് അദ്ദേഹമാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് വൈശേഷിക. വൈശേഷിക എന്ന് പറഞ്ഞാൽ ആറ്റമിസ്റ്റ് സ്കൂളാണ്. ആറ്റത്തിനെ കുറിച്ചും മാറ്ററിനെ കുറിച്ചും ഒക്കെ പറയുന്നതാണ്. ആറ്റം, നമ്മൾ പ്രകൃതിയും അവിടെ മാറ്ററും ചേർന്നതാണ് ആറ്റം തിയറി. അതാണ് ഇവിടെ ആറ്റമിക് സ്കൂൾ, ആറ്റമിസ്റ്റ് സ്കൂൾ. വൈശേഷികയാണ് ആറ്റമിസ്റ്റ് സ്കൂൾ. അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ സെക്കൻഡ് വൺ വൈശേഷിക, ദാറ്റ് ഈസ് ദ ആറ്റമിസ്റ്റ് സ്കൂൾ, സ്റ്റാർട്ടഡ് ഇൻ BC 2nd to 4th century ബൈ ഉലൂക്ക കണാദ മഹർഷിയാണ് ഈ പറയുന്ന വൈശേഷിക എന്ന് പറയുന്ന സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ആറ്റമിസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? കണാദ മഹർഷി. വൈശേഷിക സൂത്ര, ആറ്റം തിയറി, ആറ്റമിക് തിയറി കൊണ്ടുവന്ന ആളാണ് കണാദ മുനി. നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് സാഖ്യ, ദ എന്യൂമറേഷൻ സ്കൂൾ, ഫൗണ്ടഡ് ബൈ കപില മഹർഷിയാണ്. BC 2nd centuryയിലാണ് ഈ പറയുന്ന സാഖ്യ എന്ന് പറയുന്ന സ്കൂള് കൊണ്ടുവന്നത്, കപില മഹർഷിയുടെ. നെക്സ്റ്റ് യോഗ, ദ സ്കൂൾ ഓഫ് പതഞ്ജലി ഇൻ ദ യോഗ സൂത്ര, ദ 2nd century BC. അപ്പോൾ 2nd century BCയിൽ വന്നതാണ് നമുക്കറിയുന്ന യോഗ. പതഞ്ജലി മഹർഷിയുടെ യോഗ വളരെ ഫേമസ് ആണ് അല്ലേ? നമ്മളെല്ലാവരും ഇപ്പോൾ ലോകം മുഴുവൻ ഇപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ഇപ്പോൾ ആചരിക്കുന്നുണ്ട്. കാരണം എന്താണ്? ലോകം മുഴുവൻ യോഗയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഗ അപ്പോൾ അത്രയും പോപ്പുലറായി. അപ്പോൾ വളരെ ഹെൽത്തിനൊക്കെ വളരെ അസുഖങ്ങൾ വരാതിരിക്കാനും അസുഖങ്ങൾ മാറാനും ഒക്കെ യോഗ വളരെ നല്ലതാണ്. പിന്നെ പൂർവമീമാംസ, ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ വേദിക് ടെക്സ്റ്റ് വിത്ത് എംഫസിസ് ഓൺ വേദിക് റിച്വൽ. അപ്പോൾ പൂർവമീമാംസ അടുത്ത കാറ്റഗറിയിൽ വരുന്നത്. അവിടെ നമ്മുടെ വേദിക് ടെക്സ്റ്റും എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്, ഇൻ്റർപ്രിട്ടേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ നമ്മളെ റിച്വൽസ്, വേദിക് റിച്വൽസിനെ കുറിച്ചൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, അതാണ് ഈ പൂർവമീമാംസ. ദിസ് ബിഗാൻ സൂത്ര ഓഫ് ജെമിനി, സൂത്രാസ് ഓഫ് ജെമിനി ഇൻ BC 2nd century ആണ് ഈ പൂർവമീമാംസ. നെക്സ്റ്റ് വേദാന്ത, ബേസ്ഡ് ഓൺ ഉപനിഷത്സ് വിത്ത് എംഫസിസ് ഓൺ വേദിക് ഫിലോസഫി. ഇവിടെ വേദിക് ഫിലോസഫിയാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വേദാന്ത എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അവസാനം. ഉപനിഷത്തും
അതെ, വേദാന്തം ബേസ്ഡ് ഓൺ ഉപനിഷത്താണ് ഇവിടെ പറയുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് വേദിക് ഫിലോസഫിക്കാണ്. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് ഓഫ് വേദ, വേദങ്ങളുടെ അവസാനം എന്നാണ് പറയുന്നത്. ഇതിൽ ബേസിക് ആയിട്ടുള്ള വേദാന്തത്തിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ കളിയാക്കി പറയുന്നത് അവൻ്റെ ഒരു വേദാന്തം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. വേദങ്ങളുടെ അന്തം, അവസാനത്തെ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു ലാസ്റ്റ് ആണ് ഈ പറയുന്ന വേദാന്തം. വേദാന്ത ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബദ്രയാൻസ് ബ്രഹ്മസൂത്ര, അതാണ് വേദാന്തത്തിലെ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത് എഴുതിയത് ക്രിസ്ത്യൻ എറയിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും 6 സ്കൂൾ ഓഫ് തോട്ടാണ് നമുക്ക് വരുന്നത്, ഓർത്തഡോക്സ് സ്കൂൾസ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം നമുക്ക് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം മഹർഷിമാരാണ് ഓരോന്ന് നമുക്കറിയാം. ഗൗതമ മഹർഷി, കണാദ മഹർഷി, അതേപോലെ കപില മഹർഷി, പതഞ്ജലി മഹർഷി, അതേപോലെ ജമിനി, അങ്ങനെ നമ്മൾ പറയുന്ന ഇതിലെല്ലാം ഭദ്രയാൻ, അങ്ങനെ ഇവരൊക്കെ മഹർഷിമാരാണ്. പണ്ട് കാലത്ത് അങ്ങനെയാണ്, പുരാണത്തിലെ മഹർഷിമാരാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. പക്ഷേ വളരെയധികം അല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ, നമ്മൾ അത്രയും കഴിവുള്ള ആൾക്കാരാണ്. സോ അവരെഴുതിയിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പല തിയറികളും, സയൻസിലെ പല തിയറികളും പണ്ട് തന്നെ ഈ പറയുന്ന ബുക്സുകളിൽ, വേദിക് ബുക്സിലൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് ഹെറ്ററഡോക്സ് എന്ന് പറഞ്ഞാൽ നാസ്തിക് എന്ന് പറഞ്ഞാൽ അവർ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ദീസ് ഡു നോട്ട് ആക്സെപ്റ്റ് ദി അതോറിറ്റി ഓഫ് വേദാസ്, വേദങ്ങളുടെ അതോറിറ്റിയിൽ വിശ്വസിക്കാത്തവരാണ്. ആൻഡ് ദെയർഫോർ ഡിസ്ക്രൈബ്ഡ് ആസ് നാസ്തികാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ വരുന്നതാണ് ബുദ്ധിസം, ജൈനിസം, കാർമാക, ഇത്രയും കാറ്റഗറി ഹെറ്ററോഡോക്സ് അല്ലെങ്കിൽ നാസ്തികാസിൽ വരുന്നതാണ്. അപ്പോൾ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിനെ. നാസ്തിക ആൻഡ് നെക്സ്റ്റ് കാറ്റഗറി എന്തായിരുന്നു? ആസ്തിക മീൻസ് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. നാസ്തികാസ് എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഓക്കെ, ന്യായ സ്കൂളാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. അതേപോലെ വൈശേഷിക, ഈ 2 ആണ് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ന്യായ സ്കൂൾ ഓഫ് ലോജിക് ഇൻട്രൊഡ്യൂസ്ഡ് എ മെത്തേഡ് ബേസ്ഡ് ഓൺ scientific rules of reasoning by the certain knowledge could be arrived regarding the object of enquiry. അപ്പോൾ ഇവിടെ ന്യായ സ്കൂളിൽ പറയുന്നത് നമ്മളൊരു ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സയൻറ്റിഫിക്, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? സയൻറ്റിഫിക് റൂൾസ് ഓഫ് റീസണിങ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ സെർട്ടൻ നോളേജ് നമ്മൾ അറിയണം. നമുക്കൊരു നോളേജ് അക്വയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എൻക്വയറിയിലൂടെ വേണം നമ്മൾ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, therefore the skill of logic and reasoning is developed and the values of verification, fairness and cautions are encouraged. അപ്പോൾ ഈ പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്, നമുക്ക് എന്ത് സ്കില്ല് കിട്ടും? ലോജിക്കൽ ആൻഡ് റീസണിങ് സ്കില്ല് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ഈ പറയുന്ന ന്യായസൂത്രത്തിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ലഭിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? എന്തെല്ലാം വാല്യൂസ് ആണ് നമ്മുടെ പറയുന്ന പഴയ ഫിലോസഫിയിൽ, ഇന്ത്യൻ ഫിലോസഫിയിലും വേദങ്ങളിലും ഒക്കെ എന്തൊക്കെ വാല്യൂസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂസാണ് കിട്ടുക? വെരിഫിക്കേഷൻ, ഫെയർനെസ്, കോഷൻ എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധ അല്ലേ, ഫെയർനെസ്, എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണുക. വെരിഫിക്കേഷൻ, നമ്മൾ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യണം അല്ലേ, നമുക്കെല്ലാം ശരിയാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ആക്സെപ്റ്റ് ചെയ്യാൻ. സോ അങ്ങനത്തെ വാല്യൂസൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനിയൊരു എക്സാമ്പിൾ, there are 5 steps of inference by which we can arrive at the knowledge. അപ്പോൾ നമുക്ക് അറിവ് നേടാൻ നമുക്ക് 5 അനുമാനങ്ങളിലെത്താം. ഇൻഫറൻസ്, 5 steps ഓഫ് ഇൻഫറൻസ്. ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എ പ്രിപ്പോസിഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ടു ബി പ്രൂവ്ഡ്. നമുക്ക് 5 സ്റ്റെപ്സിലൂടെ നമുക്ക് നോളേജിലെത്താം. ആദ്യത്തെ ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം, ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റീസൺ, കാരണം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. നെക്സ്റ്റ് എക്സാമ്പിൾ, അതിനൊരു ഉദാഹരണം എന്താണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ, ഇത് ഏത് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് വൺ കൺക്ലൂഷൻ. അങ്ങനെ നമുക്ക് 5 സ്റ്റെപ്സിലൂടെ നമുക്ക് നോളേജ് അക്വയർ ചെയ്യാം എന്നാണ് ന്യായ സിദ്ധാന്തത്തിൽ പറയുന്നത്.
അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദ ഫോളോയിങ് എക്സാമ്പിൾ വിൽ ഹെൽപ്സ് യു ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. നമുക്ക് ആ എക്സാമ്പിളിലൂടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട്. എന്താണ് എക്സാമ്പിൾ? ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മളുടെ ഒരു ഫസ്റ്റ് നമ്മൾ 5 സ്റ്റെപ്പ് പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പോസിഷൻ അല്ലേ? ആ പ്രിപ്പോസിഷനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ദർ ഈസ് എ ഫയർ ഇൻ ദ മൗണ്ടെയിൻ. എന്തുണ്ട്? ആ മൗണ്ടെയിൻ, ഒരു കുന്നിന് മുകളിൽ എന്തുണ്ട്? ഫയർ ഉണ്ട്. സോ ദാറ്റ് ഈസ് എ പ്രിപ്പോസിഷൻ. ആൻഡ് നമ്മൾ റീസൺ, എന്തുകൊണ്ട് അവിടെ ഫയർ വന്നു, ബിക്കോസ് എന്തുകൊണ്ടാണ് അവിടെ ഫയർ ഉണ്ട് നമ്മൾ പറയാൻ കാരണം, ബിക്കോസ് ദർ ഈസ് എ സ്മോക്ക് എബവ് ഇറ്റ്. കാരണം എന്താണ്? ആ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്ത് കാണുന്നുണ്ട്? പുക കാണുന്നുണ്ട്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ തീയുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിന് എക്സാമ്പിൾ എന്താണ്? വേർ ദർ ഈസ് എ സ്മോക്ക് ദർ ഈസ് എ ഫയർ ഇൻ ദ കിച്ചൺ. ഒരു ഉദാഹരണം എന്താ? നമ്മൾ സാധാരണ അടുക്കളയിൽ പുക വരുന്നത് എപ്പോഴാണ്? അടുക്കളയിൽ കത്തിക്കുമ്പോഴാണ് പുക വരാറ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അവിടെ കത്തിക്കുന്നുണ്ടെന്ന് പറയാം. സോ അതൊരു എക്സാമ്പിളാണ്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ ഈ കേസ് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് മൗണ്ടെയിനിലാണ് ഇവിടെ അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ദ കേസ് വിത്ത് ദ മൗണ്ടെയിൻ, കുന്നിൻ്റെ മുകളിലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൺക്ലൂഷനിലെത്തും? നമുക്ക് മനസ്സിലായി എന്താണ്? ദർ ഈസ് എ ഫയർ ഓൺ ഇറ്റ്. സോ ഒരു എക്സാമ്പിളാണ്, നമ്മളൊരു ഒരു കുന്നിൻ്റെ മുകളിൽ ഫയർ ഉണ്ട്. സോ നമ്മളൊരു പ്രിപ്പോസിഷൻ വെച്ചു. സോ അതിൻ്റെ കാരണം എന്താണ്? നമ്മളങ്ങനെ പറയാൻ കാരണം എന്താണ്? അവിടെ തീയുണ്ട് അല്ലേ? ഒരു മൗണ്ടെയിൻ്റെ മുകളിൽ തീയുണ്ട് നമ്മൾ പറയാൻ കാരണം എന്താണ്? നമ്മൾ അവിടെ പുക കണ്ടതുകൊണ്ടാണ്. സോ സാധാരണ പുക വരുന്നത് എപ്പോഴാണ്? തീ പിടിക്കും അല്ലേ? തീ കത്തിക്കുമ്പോഴാണ് പുക വരിക. സോ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? അവിടെ തീയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ വിശ്വസിക്കരുത്. നമ്മളതിന് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് വേണം അത് നമ്മൾ സ്വീകരിക്കാൻ. അപ്പോൾ എൻക്വയറി നടത്തണം എന്നാണ് പറയുന്നത്. മോർ ഇമ്പോർട്ടൻ്റ്ലി, this enquiry could only be made under certain conditions. അപ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. ചില സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഈ പറയുന്ന എൻക്വയറി നടത്തുക. An enquiry was to be undertaken only when a doubt exists. നമുക്കൊരു സംശയമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എൻക്വയറി ചെയ്യേണ്ടത്. നമുക്ക് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻക്വയറി ചെയ്യേണ്ടത് എപ്പോഴാണ്? നമുക്കൊരു സംശയമുണ്ടെങ്കിൽ. ദെൻ ദർ വാസ് എ പോസിബിലിറ്റി ഓഫ് സർട്ടൻ ഔട്ട്കം. അവിടെ എന്തെങ്കിലും ഒരു ഔട്ട്കം വരാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? എൻക്വയറി നടത്തിയാൽ മതി. വെൻ ദർ വാസ് എ പ്രോപ്പർ പർപ്പസ് ഫോർ ദ എൻക്വയറി. നമുക്കൊരു പർപ്പസ് വേണം. നമുക്ക് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ, പ്രോപ്പറായിട്ടൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടൂ? എൻക്വയറി നടത്താൻ പാടൂ. ഇറ്റ് മസ്റ്റ് ബി കോൺട്രിബ്യൂട്ട് ടു ഹയസ്റ്റ് ഗുഡ്. നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കണം. ഈ പറയുന്ന ഇത് നടത്തുന്നതുകൊണ്ട് നമുക്കൊരു ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കണം. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യണ്ടു? ഈ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? എൻക്വയറി നടത്തിയാൽ മതി. When there is a conflict, we can use these parameters to deal with. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പറഞ്ഞ പാരാമീറ്റേഴ്സ് നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്. അപ്പം നമ്മൾ കണ്ടെത്തിയതും ഇതും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയാൽ മതി. സോ വേണോ വേണ്ടേ, നമുക്കത് ഇൻഫർമേഷൻ വേണോ വേണ്ടേ എന്നതിനെക്കുറിച്ചൊരു കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലും നമുക്കൊരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കണ്ടീഷൻസ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എൻക്വയറി ചെയ്യാൻ. വി can use the 5 steps of inference to prove a statement, both in academic and in practical. അപ്പം നമുക്ക് പഠിക്കുന്ന കേസിൽ അക്കാദമിക്കിലും അതേപോലെ പ്രാക്ടിക്കൽ ലൈഫിലും ഈ 5 സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്യാം. ദിസ് ആൾസോ ഷോസ് ദ വാല്യൂസ് ഓഫ് ഓർഗനൈസേഷൻ, പർപ്പസ് ആൻഡ് ക്ലാരിഫിക്കേഷൻ. നമുക്ക് ജീവിതത്തിലൊരു ഉദ്ദേശം, ഓർഗനൈസിങ്, ക്ലാരിഫിക്കേഷൻ, ഇതൊക്കെ നമുക്ക് വാല്യൂസ് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ ഒരു 5 സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്കാദമിക് ലൈഫിലും നല്ലതാണ്, പ്രാക്ടിക്കൽ ലൈഫിലും നല്ലതാണ്. പിന്നെന്താ പറയുന്നത്? ടീച്ചേഴ്സ് ആർ ടു ബി എൻകറേജ് ടു സ്റ്റുഡൻസ് ടു തിങ്ക് ക്രിറ്റിക്കലി. നമ്മളെപ്പോഴും ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് വേണം. അപ്പോൾ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അല്ലേ? കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയണം, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ക്രിട്ടിക്കൽ ഒരു തിങ്കിങ് കുട്ടികളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ദെൻ പിന്നെന്താണ്? നോൺ ജഡ്ജ്മെൻ്റൽ. നമ്മളൊരു മുൻവിധിയോട് കൂടിയിട്ട് നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ അതിലിങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ മുൻകൂട്ടിയിട്ട് പറയാൻ പാടില്ല. സോ നമ്മൾ അങ്ങനെ ഒരു ഇത് നമ്മുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്യണം. നോൺ ജഡ്ജ്മെൻ്റലായിരിക്കണം കുട്ടികൾ. അതേപോലെ സയൻറ്റിഫിക് ടെമ്പർ ത്രൂ ഡിഫറെൻറ്റ് മെത്തേഡ്സ്.
പിന്നെ നമുക്ക് എന്ത് പ്രൊമോട്ട് ചെയ്യാം? കുട്ടികൾക്ക് പ്രോജക്റ്റ് വർക്ക്, ഡിബേറ്റുകൾ, ബ്രെയിൻ സ്റ്റോമിങ്സ് ആക്ടിവിറ്റീസ്. ബ്രെയിൻ സ്റ്റോമിങ്, ഡിബേറ്റൊക്കെ നടത്തുന്നതിലൂടെ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് ഐഡിയാസ് ലഭിക്കും, ഒരു കാര്യത്തിനെ കുറിച്ച് ഡീപ്പ് നോളേജ് ലഭിക്കും. സോ വളരെ നല്ല കാര്യങ്ങളാണ് ഈ ഡിബേറ്റ്. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നല്ലൊരു ടെക്നിക്കാണ്. നമുക്ക് ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഒരു പ്രോബ്ലം വന്നു, ഇപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ അവർക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിലത്തെ കുറച്ച് വർക്കേഴ്സിനെ വെച്ചുകൊണ്ട് നമുക്കൊരു ബ്രെയിൻ സ്റ്റോമിങ് സെക്ഷൻ വെക്കാം. അപ്പോൾ അവർ ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സൊല്യൂഷൻസ് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ വളരെ നല്ല ടെക്നിക്സ് ആണ്. സോ ഇതൊക്കെ നമുക്കൊരു കാര്യത്തിനെ കുറിച്ചൊരു ക്രിട്ടിക്കൽ അനാലിസിസ്, നമ്മളൊരു പോളിസി കൊണ്ടുവന്നു, അതിനെക്കുറിച്ച് ചർച്ച നടത്തുക അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസിന് നല്ലതാണ്. അത് വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് സ്കൂൾ ലെവലിൽ നമ്മൾ കുട്ടികളിൽ അത് ഡെവലപ്പ് ചെയ്യണം. നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് വൈശേഷിക സ്കൂളാണ്. ഇവിടെ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഫിസിക്സ് ആൻഡ് ദ ബേസിക് ഐഡിയ ദാറ്റ് നാച്ചർ ഈസ് ആറ്റോമിക്. ഇവിടെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന് പറയുന്നത് ആറ്റോമിക് ആണ് എന്നാണ് നമ്മുടെ ബേസിക് ഐഡിയ. നാച്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. എന്താണ് പ്രകൃതി? എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? ആറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രകൃതിയിൽ ഒരു ആറ്റങ്ങളുണ്ട്. വിച്ച് ആർ സെപ്പറേറ്റ് ഫ്രം സൂൾ. അതായത് സൂൾ അല്ലെങ്കിൽ ആത്മാവ്, ആത്മാവിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഈ പറയുന്ന ആറ്റം. Therefore there is a dualism or the exercise of two separate parts. അപ്പോൾ ഇവിടെ ഒരു ഡ്യുവലിസം ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് പാർട്സ് ഉണ്ട്. ദാറ്റ് ഈസ് മാറ്റർ ആൻഡ് ഇറ്റ്സ് സൂൾ. അവിടെ മാറ്റർ ഉണ്ട്, സൂൾ ഉണ്ട്, രണ്ട് പാർട്സ് ഉണ്ട്. സബ്സ്റ്റൻസ് ആൻഡ് ക്വാളിറ്റീസ് എക്സിസ്റ്റ്. അതായത് ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന് എന്തുണ്ട്? അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് രണ്ടും കോ എക്സിസ്റ്റ് ആണ്. ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, നമ്മളിപ്പോൾ ഭൂമിയിലുള്ളതെല്ലാം ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ആണ്. ഈ ഓരോ സബ്സ്റ്റൻസിനും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. അവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ് റോസ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ഇറ്റ്സ് ക്വാളിറ്റി ഓഫ് കളർ. ദെർഫോർ റെഡ് റോസ്. ഒരു റോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്താണ്? കളറാണ്. അപ്പോൾ നമ്മൾ വെറും റോസ് എന്ന് പറയില്ല, റെഡ് റോസ് എന്ന് പറയും. സോ അവിടെ അതിൻ്റെ ക്വാളിറ്റി കൂടി ചേർത്തിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. മാറ്ററും വരുന്നുണ്ട്, ക്വാളിറ്റിയും വരുന്നുണ്ട്. സബ്സ്റ്റൻസും വരുന്നുണ്ട്, അതിൻ്റെ ക്വാളിറ്റിയും വരുന്നുണ്ട്. വൈശേഷിക ഗീവ്സ് അസ് 6-fold വ്യൂ ഓഫ് പെർസെപ്ഷൻ. നമ്മളൊരു പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ടും 6 പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ നമ്മൾ എങ്ങനെ ആ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അത് അങ്ങനെയാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? സോ ഒരു എക്സാമ്പിൾ പറയുന്നത് ജംബോ ദി ഡോഗ്. ജംബോ എന്ന് പറയുന്ന നായക്ക്, ആ നായനെ കുറിച്ച് നമുക്ക് എങ്ങനെ ഒരു പെർസെപ്ഷനിലെത്താം? സോ അതിൽ ഫസ്റ്റ് നമ്മൾ ഒരു ഇത് വെച്ചു അല്ലേ, എന്താണ്? സബ്സ്റ്റൻസ് ജംബോ ദി ഡോഗാണ്. അതിൻ്റെ ക്വാളിറ്റി എന്താണ്? കളർ ആൻഡ് ഷേപ്പ്. അതാണ് അതിനൊരു ക്വാളിറ്റി ഉള്ളത് അല്ലേ. അതിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആക്ഷൻ. നായക്ക് എന്താ പ്രത്യേകത? നായയുടെ പ്രധാനപ്പെട്ട ആക്ഷൻ എന്താ? ബാർക്കിംഗ് അല്ലേ. പിന്നെന്താണ്? പാർട്ട് ഓഫ് ലാർജ് ഫാമിലി അല്ലേ. ഇപ്പോൾ ഒരു നായ എന്ന് പറയുന്നത് ഒരു വലിയ ഫാമിലിയുടെ ഒരു ഭാഗമാണ്. അതായത് ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള നായ്ക്കളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഡോഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലാർജ് ഫാമിലി അല്ലേ. ഒരുപാട് തരം ഡോഗുകളുണ്ട്, അതിലത്തെ ഒരു ഡോഗാണ് ഈ പറയുന്ന ഡോഗ്. യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു പ്രത്യേകത ഉണ്ടാവും. ദാറ്റ് ഈസ് മേ ബി എന്തായിരിക്കാം? ഇറ്റ് ഹാസ് എ വൈറ്റ് പാച്ച് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ഫോർഹെഡ്. നെറ്റിയുടെ മുകളിൽ ഒരു വെള്ള പാച്ച് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പാടുണ്ടെന്ന് വിചാരിക്കുക, പുള്ളി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത എന്തുണ്ടാവും? ഈ സബ്സ്റ്റൻസ് ഉണ്ടാവും, ഒരു യുണീക്നെസ് ഉണ്ടാവും. ദെൻ യൂണിഫിക്കേഷൻ ഓർ സിന്തസിസ്. പിന്നെന്താ വരുന്നത്? നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു 5 ഫീച്ചറും ചേർന്ന് കഴിഞ്ഞാൽ എന്തായി മാറുന്നു? വി ക്യാൻ റെക്കഗ്നൈസ് ജംബോ ദി ഡോഗ്. ഈ 5 ഫീച്ചർ അതിനുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ജംബോ ദി ഡോഗാണ് അതെന്ന് നമുക്ക് പറയാം. സോ ദിസ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ ദ ടീച്ചിങ് ഓഫ് സയൻസ്, മാത്തമാറ്റിക്സ്, ജോഗ്രഫി. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സബ്ജക്റ്റുകളിലും ഈ പറയുന്ന സബ്ജക്റ്റിനൊക്കെ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പെർസെപ്ഷനിൽ എത്തണമെങ്കിൽ ഈ പറയുന്ന 6 സ്റ്റെപ്പിലൂടെ ഫോളോ ചെയ്യണം. സോ വാല്യൂസ് നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? യുണീക്നെസ്, നമുക്കൊരു പ്രത്യേകത, ഐഡൻറ്റിറ്റി, ഇൻഡിവിജ്വലിസം, അതേപോലെ റെക്കഗ്നൈസ്ഡ് ആൻഡ് സ്ട്രോങ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു പ്രത്യേകത ഉണ്ടാവണം അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെന്താണ്? ബോത്ത് സിന്തസിസ് ആൻഡ് അനാലിസിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബോത്ത് അവർ സെൽഫ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് അസ്. ഇങ്ങനെ നമുക്ക് ഈ സിന്തസിസ് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ പുറം, ദാറ്റ് ഈസ് വേൾഡ് അറൗണ്ട് അസ്, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇതാണ് ഈ പറയുന്ന വൈശേഷിക സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവുണ്ട്, ആറ്റംസ് ഉണ്ട്,
സോ അത് ഡിഫറെൻ്റ് ആണ്, രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. അതിലൊരു സബ്സ്റ്റൻസും ഉണ്ട്, അതേപോലെ അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കും ഏതൊരു കാര്യത്തിനും എന്നാണ് ഈ വൈശേഷിക സ്കൂളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 6 സ്റ്റെപ്സ് പറയുന്നുണ്ട്. നമുക്കൊരു കാര്യത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും, അല്ലേ, അതിനൊരു ആക്ഷൻ ഉണ്ടായിരിക്കും, ഇറ്റ്സ് പാർട്ട് ഓഫ് ലാർജ് ഫാമിലി ആയിരിക്കും, അതിനൊരു യുണീക്ക്നെസ്, പ്രത്യേകത ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം ചേർന്നതാണ് ആ പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ. ആ ഒരു സബ്സ്റ്റൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മെയിനായിട്ട് 5 ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് വൈശേഷിക സ്കൂളിൽ പറയുന്നത്. ആറ്റമിക് തിയറി, ഇതൊക്കെ വളരെ ഇപ്പോഴൊക്കെ നമ്മൾ മോഡേൺ സയൻസിൽ യൂസ് ചെയ്യുന്ന തിയറികളൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് പണ്ട് തന്നെ ഇന്ത്യൻ ഫിലോസഫിയിൽ പണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അല്ലേ, BC 3 വർഷങ്ങൾക്ക് മുന്നേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് വാല്യൂസ് ലഭിക്കുന്നുണ്ട്, അല്ലേ. സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, യുണീക്ക്നെസ് നമുക്ക്, അല്ലേ, അതുണ്ടായിരിക്കണം, അല്ലേ. ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ പറയുന്ന വൈശേഷിക സ്കൂളിൽ നിന്ന്. സോ അതാണ് 2 സ്കൂളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ന്യായ ദ സ്കൂൾ ഓഫ് ലോജിക്, തർക്കശാസ്ത്രം എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൈശേഷിക ആറ്റമിക് തിയറി, അത് സെക്കൻഡ്. സോ ഓക്കെ, ദാറ്റ്സ് ആൾ. താങ്ക് യു.